യെസ്, നമുക്ക് ആരംഭിക്കാം. കഴിഞ്ഞ എപ്പിസോഡിൽ ലോകാതി സമ്പന്നനായ ഗൗതം അദാനിയുടെ ശോഭയാർന്ന ഒരു മുഖം നാം കാണുകയുണ്ടായി. എന്നാൽ ഏത് നാണയത്തിനും രണ്ട് പുറങ്ങൾ ഉള്ളതുപോലെ ഈ ലോകാതി സമ്പന്നനായ അദാനിയുടെ ജീവിതത്തിനും രണ്ട് വശങ്ങളുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. കേരളത്തിൻ്റെ ഒരു ശരാശരി മലയാളിയുടെ ജീവിതവുമായി എങ്ങനെയാണ് ഗൗതം അദാനിയുടെ ജീവിതം ബന്ധപ്പെട്ട് നിൽക്കുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. നാം അറിയുന്നത് പോലെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ടും തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളവുമായി ബന്ധപ്പെട്ടും അദ്ദേഹം ഇന്ന് ഈ രണ്ട് പദ്ധതികളുടെയും ഉടമസ്ഥൻ എന്നുള്ള നിലയിലാണ് കേരളീയ പൗരജീവിതവുമായി ബന്ധപ്പെടുന്നത്. ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, ഒരു ശരാശരി മലയാളി പൊതുമേഖലാ ബാങ്കുകളുടെ മുമ്പിൽ എത്ര നാൾ ക്യൂ നിന്നാലാണ് ഒരു ലോൺ പാസ്സാക്കി കിട്ടുക. ഈ ലോൺ പാസ്സാക്കി കിട്ടിയാൽ തന്നെ എന്തെല്ലാം അതിന് നാം മോർഗേജ് കൊടുക്കേണ്ടി വരും. പക്ഷേ അദാനിയുടെ ജീവിതത്തിൽ അതല്ല സ്ഥിതി. അദാനിയുടെ മുമ്പിൽ പൊതുമേഖലാ ബാങ്കുകൾ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. ലോൺ കൊടുക്കുന്നതിന് വേണ്ടിയാണ് അവർ ക്യൂ നിൽക്കുന്നത്. 12.5 ലക്ഷം കോടി രൂപയുടെ ആസ്തിയുള്ള ഗൗതം അദാനി 2.5 ലക്ഷം കോടി രൂപയുടെ കടക്കാരനുമാണ്. ഈ 2.5 ലക്ഷം കോടി രൂപയുടെ കടം എന്നാൽ ലോക സമ്പന്നരുടെ ഏറ്റവും വലിയ കടക്കാരനാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കടക്കാരനാണ് അദാനി. മറുപുറത്ത് നിന്ന് കാണാൻ സാധിക്കും 400 കോടിയുടെ കുടുംബ വീട്, 25,000 സ്ക്വയർ ഫീറ്റിൻ്റെ ഡൽഹിയിലെ അദ്ദേഹത്തിൻ്റെ പ്രത്യേക വാസസ്ഥലം, 3 സ്വകാര്യ ജെറ്റുകൾ, 3 കോടിയുടെ മറ്റ് വാഹനങ്ങൾ, ഇതൊക്കെ അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. പക്ഷേ അമേരിക്കയിലെ ഫിച്ച് ഗ്രൂപ്പ് എന്ന സാമ്പത്തിക സ്ഥാപനം പ്രവചിക്കുന്നതനുസരിച്ച് ഇദ്ദേഹം ഒരു ഓവർ ലിവറേജ്ഡ് സമ്പന്നൻ എന്നാണ് പറയപ്പെടുന്നത്. ഈ ഓവർ ലിവറേജ്ഡ് സമ്പന്നൻ എന്ന് പറഞ്ഞാൽ പ്രവർത്തന ചെലവിന് വേണ്ടി സാധാരണയിൽ കവിഞ്ഞ മട്ടിൽ കടമെടുക്കുന്നു എന്നാണ്. ചില ദോഷൈക ദൃക്കുകൾ ഇദ്ദേഹം മല്ലയ്യയെ പോലെയോ നീരവ് മോദിയെ പോലെയോ ഈ കടം കുമിഞ്ഞുകൂടി കുടിശ്ശിക വന്ന് കടക്കണിയിൽപ്പെട്ട് മുങ്ങുമോ എന്നുള്ള സംശയവും പ്രകടിപ്പിക്കാതിരിക്കുന്നില്ല. രണ്ടായിരത്തി 20 കണക്കെടുപ്പ് പ്രകാരം ഇന്ത്യയിലെ ജനസംഖ്യ 138 കോടിയാണ്. സ്ഥിതി സമത്വവും തുല്യതയും ഉറപ്പുവരുത്താൻ ഭരണഘടനാ പ്രകാരം ബാധ്യതയുള്ള ഒരു സാമൂഹിക ട്രസ്റ്റ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഗവൺമെൻറ്റുകളുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ചിലർ മറ്റുള്ളവരെക്കാൾ കൂടുതൽ തുല്യര്. അങ്ങനെയുള്ള കൂടുതൽ തുല്യനായ ഗൗതം അദാനിയുടെ കേരളവുമായി ബന്ധപ്പെട്ട 2 ഉദാഹരണങ്ങൾ അടുത്തായി ഞങ്ങൾ ചുരുക്കി നിങ്ങളോട് പറയുകയാണ്. വിഴിഞ്ഞത്തെ അദാനി പോർട്ടിൻ്റെ അടങ്കൽ നിക്ഷേപ തുകയായി കണക്കാക്കപ്പെട്ടിരിക്കുന്നത് 7,525 കോടി രൂപയാണ്. ഈ 7,525 കോടിയിൽ 1,635 കോടി കേന്ദ്രവിഹിതം, 1,635 കോടി അദാനിയുടെ വിഹിതം, ബാക്കിയുള്ള തുക മുഴുവൻ കേരളം കണ്ടെത്തണം. ഇങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ ഇതൊരു മദർ പോർട്ടായി മാറിയാൽ ഇന്ത്യയിലെ 80% ചരക്കു നീക്കവും ഈ വിഴിഞ്ഞം തുറമുഖത്തൂടെ നടക്കും എന്നാണ് വിഭാവനം ചെയ്യപ്പെടുന്നത്. ഈ 80% ചരക്ക് നീക്കം ഈ തുറമുഖത്തൂടി നടന്നാൽ ഇത് ലാഭകരമാകും. കൊളംബോ മദർ പോർട്ടുമായി ഇതിന് മത്സരിക്കാൻ കഴിയും എന്നാണ് ഇതിൻ്റെ വിധാതാക്കൾ സ്വപ്നം കാണുന്നത്. നാൽപ്പത് വർഷക്കാലത്തേക്കാണ് അദാനിക്ക് ഈ തുറമുഖം വിട്ടുകൊടുക്കാൻ കഴിയുന്നത് എന്ന് കരാറിലുണ്ട്. എന്നാൽ അതിനുശേഷവും ഒരു 20 വർഷവും കൂടി ഈ കരാർ ദീർഘിപ്പിക്കാവുന്നതുമാണ് എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നു. മറ്റൊരു കാര്യമുള്ളത്, കേന്ദ്ര കേരള ഗവൺമെൻറ്റുകളുടെ വിഹിതമായ തുക പൂർണ്ണമായും
നിക്ഷേപിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അദാനി അദ്ദേഹത്തിൻ്റെ വിഹിതം നിക്ഷേപിക്കൂ എന്നും കരാറിൽ വ്യവസ്ഥയുണ്ട്. കേരളം ഇതിനോടകം 360 ഏക്കർ സ്ഥലം വിട്ടുകൊടുത്തു കഴിഞ്ഞു. അതിൻ്റെ ഇന്നത്തെ വിപണി മൂല്യം 6000 കോടി രൂപ വരും എന്ന് തിട്ടപ്പെടുത്തപ്പെടുന്നു. അതേസമയത്ത് അത് ഏറ്റെടുത്ത സമയത്ത് ഏതാണ്ട് 4000 കോടി രൂപ ആ ഭൂമിക്ക് വിപണി മൂല്യമുണ്ടായിരുന്നു. മറ്റൊരു കാര്യമുള്ളത്, ഇതിന് ശേഷവും 15 വർഷത്തിന് ശേഷമുള്ള പ്രവർത്തനത്തിൽ ലാഭമുണ്ടായാൽ മാത്രമേ കേരളത്തിന് ലാഭവിഹിതം ആവശ്യപ്പെടാൻ കഴിയൂ എന്നും കരാറിലുണ്ട്. ഈ വകുപ്പിനെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എതിർത്തിരുന്നു. പക്ഷേ അവിടെയും പ്രയോജനമുണ്ടായതായി നാം കാണുന്നില്ല. ഇന്നത്തെ നിലയ്ക്ക് വിഴിഞ്ഞം തുറമുഖം പ്രവർത്തനക്ഷമമായി കഴിഞ്ഞാൽ അവിടെ 2027 ഒരു 12.5 ലക്ഷം കണ്ടെയ്നറുകളെ കൈകാര്യം ചെയ്യാൻ ഈ തുറമുഖത്തിന് കഴിഞ്ഞാൽ കേരളത്തിന് ആ പ്രവർത്തന ലാഭത്തിൻ്റെ ഏതാണ്ട് 1% ലാഭവിഹിതമായി കിട്ടും എന്നാണ് കരാറിലുള്ളത്. ഇങ്ങനെ 12.5 ലക്ഷം കണ്ടെയ്നറുകളെ കൈകാര്യം ചെയ്താൽ കിട്ടുന്ന ലാഭം 1.40 ക്രോഴ്സ് ആയിരിക്കും. ഇത്തരത്തിൽ ഉള്ളൊരു കരാറിൽ ഏർപ്പെട്ടാൽ അതിൻ്റെ വിജയസാധ്യതയെക്കുറിച്ചും നാം ചിന്തിക്കേണ്ടതുണ്ട്. വിഴിഞ്ഞം പോർട്ട് മത്സരിക്കേണ്ടത് കൊളംബോ എന്ന മദർ പോർട്ടുമായിട്ടാണ്. കൊളംബോ മദർ പോർട്ടിൻ്റെ ഒരു വർഷത്തെ കണ്ടെയ്നർ കൈകാര്യം ചെയ്യൽ ശേഷി 40 ലക്ഷം കണ്ടെയ്നറുകളാണ്. കഴിഞ്ഞ 10 വർഷമായി കൊച്ചിയിലെ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ കൈകാര്യം ചെയ്യുന്നത് വെറും 4.5 ലക്ഷം കണ്ടെയ്നറുകൾ മാത്രമാണ് നമുക്ക് മനസ്സിലാക്കണം. ആ സാഹചര്യത്തിലാണ് വിഴിഞ്ഞം പൂർത്തീകരിച്ച് കഴിഞ്ഞ് 12.5 ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്താൽ അതിൻ്റെ പ്രവർത്തന ലാഭത്തിൽ നിന്ന് 1.40 ക്രോഴ്സ് സംസ്ഥാന ഗവൺമെൻറ്റിന് ലാഭമായി കിട്ടും എന്ന് കണക്കാക്കപ്പെടുന്നു. ഇന്നത്തെ നിലയ്ക്ക് വിഴിഞ്ഞം തുറമുഖ പദ്ധതി പൂർത്തീകരിക്കുന്നതിന് നിരവധി വിഘ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് തീരശോഷണം, മത്സ്യ സമ്പത്തിലെ ലഭ്യതക്കുറവ്, മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസം, അതുപോലെ തന്നെ ഈ പുലിമുട്ട് നിർമ്മാണത്തിലെ അശാസ്ത്രീയത. 3700 മീറ്റർ പുലിമുട്ടാണ് നാം നിർമ്മിക്കേണ്ടത്. അതിൽ 20% മാത്രമേ നിർമ്മിതി പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ളൂ. 20% എന്നാൽ ഏതാണ്ട് 800 മീറ്റർ പൂർത്തീകരിച്ച പുലിമുട്ടിൽ 700 മീറ്ററും കടലെടുത്ത് കഴിഞ്ഞു. അവിടെ നാം ചെലവഴിച്ച മനുഷ്യാധ്വാനം, ഖനനം ചെയ്ത പാറ എല്ലാം നഷ്ടമായി കഴിഞ്ഞു. ശംഖുമുഖം ഡൊമസ്റ്റിക് എയർപോർട്ടിൻ്റെ വഴി ഏതാണ്ട് പൂർണ്ണമായി തന്നെ കടലെടുത്ത് കഴിഞ്ഞു എന്ന് നമുക്ക് കാണാം. ശംഖുമുഖം ബീച്ച് മനോഹരമായ ബീച്ചായിരുന്നു, അത് ഏതാണ്ട് നാമാവശേഷമായി കഴിഞ്ഞിരിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനം മൂലം നേരത്തെ തന്നെ തീരദേശം ഭീഷണിയിലാണ്. ഏതാണ്ട് 40 കിലോമീറ്റർ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട കടലോരം കടലാക്രമണ ഭീഷണിയിലാണ്. ഇതിന് പുറമെയാണ് ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതി ഉയർത്തുന്ന ഗൗരവതരമായ മത്സ്യ ലഭ്യതയിലെ ശോഷണവും സംഭവിച്ചിരിക്കുന്നത്. ഏതാനും വർഷങ്ങളായി മത്സ്യത്തൊഴിലാളികളെ അധിവസിപ്പിച്ചിരിക്കുന്നത് ഒരു സിമൻറ്റ് ഗോഡൗണുകളിലാണ്. അവരുടെ ജീവിതം ദുരിതപൂർണ്ണമാണ്. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിൻ്റെ പുനരധിവാസം നാളിതുവരെ നടത്താൻ കഴിയാത്ത ഒരു ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ അതിനേക്കാൾ എത്രയോ വലിയ ഒരു അതിജീവനത്തിൻ്റെ സമരവുമായാണ് മത്സ്യത്തൊഴിലാളികൾ എത്തിയിരിക്കുന്നത്. ഇനി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവള ചരിത്രമാണ്. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം രാജ്യം വിൽപ്പനയ്ക്ക് വെച്ച് ടെൻഡറായപ്പോൾ ആ ടെൻഡറിൽ രണ്ടാമതായി വിജ്ഞാപനത്തിൽ തിരുത്തൽ വരുത്തിയിരുന്നു. അതായത് മുൻപരിചയമില്ലാത്ത ആളുകൾക്കും കമ്പനികൾക്കും വിമാനത്താവള നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ടെൻഡർ സമർപ്പിക്കാം എന്നായിരുന്നു. അന്നേ ഒരാരോപണം ഉയർന്നിരുന്നു, ഇത് അദാനിയെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് ഇത്തരത്തിലുള്ള ടെൻഡർ നടപടിക്ക് മുതിരുന്നതെന്ന്. പിന്നെ നാം കാണുന്നത് കേരളത്തിൻ്റെ സെക്രട്ടേറിയറ്റിൻ്റെ മൂക്കിന് താഴെയുള്ള
ഈ അന്താരാഷ്ട്ര വിമാനത്താവളം അതിൻ്റെ നടത്തിപ്പിൽ ദശകങ്ങളായുള്ള പരിചയമുള്ള കേരള ഗവൺമെൻറ്റും അവരുടെ ബിഡ് സമർപ്പിച്ചിരുന്നു. പക്ഷേ ബിഡ് കിട്ടിയത് അദാനിക്കാണ്. അദാനിക്ക് അന്ന് എയർപോർട്ടുകൾ പ്രവർത്തിച്ചുള്ള പരിചയമില്ല. കേരളത്തിനാണെങ്കിൽ വേണ്ടുവോളം ആ പരിചയമുണ്ട് താനും. പക്ഷേ ഈ ടെൻഡർ കേരളത്തിന് കിട്ടിയില്ല. സെക്രട്ടേറിയറ്റിൻ്റെ തൊട്ട് മുമ്പിലുള്ള നമ്മുടെ അന്താരാഷ്ട്ര വിമാനത്താവളം നമുക്ക് വേണം എന്നുള്ള താല്പര്യത്തിൽ കേരള ഗവൺമെൻറ് പ്രധാനമന്ത്രിക്ക് എഴുതുകയുണ്ടായി. അദാനി എന്ത് ടെൻഡർ ഉറപ്പിച്ചോ അതേ ടെൻഡർ പ്രകാരം ഞങ്ങൾ ഇത് ചെയ്യാൻ തയ്യാറാണ്. ഞങ്ങൾക്ക് എയർപോർട്ട് നടത്തിപ്പിൽ ദശകങ്ങളായുള്ള പരിചയവുമുണ്ട്. നമ്മുടെ നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളം ഒരു നല്ല ഉദാഹരണമായി അവർ അന്ന് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. പക്ഷേ അവസാനത്തെ ചിരി അദാനിയുടേതായിരുന്നു. കേരളത്തിൻ്റെ വാദഗതികൾക്കൊന്നും കേന്ദ്രത്തിൻ്റെ പരിഗണന ലഭിച്ചതേയില്ല. പിന്നീട് വിവരാവകാശ നിയമപ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കേരളം കരാറിനായി ആശ്രയിച്ച കൺസൾട്ടൻസിയിൽ അദാനിയുടെ മകൻ്റെ ഭാര്യയും ഒരംഗമായിരുന്നു എന്നുള്ളതാണ്. എയർപോർട്ടിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അദാനിക്ക് ഒരു ലൈസൻസ് ഉണ്ടായിരുന്നില്ല. എന്നാൽ അന്ന് അദാനിയെ അക്കാര്യത്തിൽ സഹായിച്ചത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ലൈസൻസ് ആയിരുന്നു. അദ്ദേഹത്തിന് ഒരു ലൈസൻസ് കിട്ടിയത് ഈ കഴിഞ്ഞ മാസം മധ്യയാണ്, അതായത് 2022 സെപ്റ്റംബർ മാസം. നമുക്ക് കാണാൻ കഴിയും എത്ര കൈയടക്കത്തോടെ വിദഗ്ധമായിട്ടാണ് അദാനി കേന്ദ്ര കേരള ഗവൺമെൻറ്റുകളെ കൈകാര്യം ചെയ്തതെന്ന്. ഇവിടെയാണ് 138 കോടി ജനങ്ങളും ഭരണഘടനയുടെ മുമ്പിൽ തുല്യരാണെന്ന് നാം പറയുമ്പോൾ ചിലർ കൂടുതൽ തുല്യരാണ് എന്ന് വരുന്നത്.